അവർ പറയുന്നത് ശരിയായിരിക്കും. അത് അപ്പോൾ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ശരിയാണ്. വഴിക്കടവ് ബസ് അവർ പറയുന്നുണ്ട്, ചേട്ടാ അത് പറയാതെ തന്നെ അവർ പറയുന്നുണ്ട്. ആദ്യം ഞാൻ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചതാണ്. അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ്. ബസ് കിടക്കുന്നത് എങ്ങനെയാണ്? ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു, ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിലാണ് വന്നിട്ട് പിന്നെ റോക്കി ബായി പോലെ. എങ്കിൽ യാത്രക്കാർ അക്ഷമരായിട്ട് ഇരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും, തലകൾ വെളിയിൽ കാണും. അതിൻ്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല. ഒതുക്കി ജൂൺ 12 ഇല്ല. അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം, കേസ് എടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഓർമ്മയിലില്ല. ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം. ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽ എനിക്ക് ശരിയാവണം. അപ്പൊ ഞാൻ ഡിപ്പോയിൽ പോയി ചോദിക്കണം. എനിക്ക് ഇല്ല, വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു. അത്രയും മാത്രം വഴക്കും പോലീസും MVD ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം. അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു വിഷയം ഉണ്ടായി, അവർ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി MVD അടുത്ത് പോയി. ആ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഏതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഷയം എന്താണ് ഓർമ്മയില്ല? വഴിക്കടവ് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ, കോഴിക്കോട് പോയിട്ടുണ്ട്, നിലമ്പൂര് പോയിട്ടുണ്ട്, വഴിക്കടവ് പോയിട്ടുണ്ട്. KSRTC ബസ് ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത്. ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം. അതാണ് ഉദ്ദേശം. പിന്നെ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടാണ്. ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ അതാണ് വക്കീൽ പറയുന്നത്. ചേട്ടാ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അതേപോലെ പറയാം. എന്നെ കണ്ടു അല്ല ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണ കഥയില്ലേ അവര് പറയുന്നത്? അങ്ങനെയല്ലേ പറയുന്നത്? അല്ല ചേച്ചി, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക. ആരായാലും റോഷ്നി എന്ന് പറയുന്ന വ്യക്തി 30-ാം തീയതി തൊട്ട് ഈ 3-ാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കില്ല ചേട്ടാ. നിങ്ങളൊരു പെണ്ണാണ്, ഞാൻ ഒരു ആണായോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കൂലേ? എനിക്ക് ഞാൻ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു ഇല്ല. ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല. ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല ചേച്ചി, എനിക്ക് സംസാരിക്കാൻ എനിക്ക് വയ്യ. എനിക്കിങ്ങനെ എനിക്ക് വയ്യ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ റോഷ്നി ഞാൻ കണ്ടു, അനാവശ്യം പറഞ്ഞു, അപമര്യാദയും പെരുമാറി. അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം? എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ? നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി? കൈരളിയാണോ? അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല ചേട്ടാ, എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ. എന്നെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണം. അത് നോക്കണം ചേട്ടാ. നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും. ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് 1 വർഷത്തോളം. നിങ്ങൾ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂര് വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. ഈ പറയുന്ന കണ്ടക്ടർ DFI പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത്, എന്നിട്ട് അവൻ പുറകിലാണ് ഇരുന്നതെന്നാണ് പറയുന്നത്. സഖാവിനെ അപ്പോ എന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കുന്നത്, സഖാവേ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വിളിക്കണേ. MLA വരുമ്പോ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റ് എണീറ്റ് ബാക്കിലാണ് ഇരുന്നത്. അതിലൊന്നും കാര്യമില്ല. ഏതുവായിരുന്നു ഡ്രൈവർ എന്ന് വെച്ചാൽ ഞാൻ തിരക്കിയിട്ടില്ല. ഞാൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇടപെട്ടിട്ടില്ല. ഞാൻ പറയട്ടെ, ഈ ഡേറ്റും ഈ കാര്യവും ഇവർ പറയുന്ന അനുസരിച്ച് എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാലേ അറിയാവുള്ളൂ. നിങ്ങൾ ഇപ്പൊ എന്ത് KSRTC അന്വേഷിക്കട്ടെ, ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. പരാതികൾ വരികയും യദുവിനെതിരെ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം KSRTC നടത്തുകയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അറിയത്തില്ല, എന്റെ അറിവില്ല. കുറ്റക്കാരനെന്ന് KSRTC കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്റെ അടുത്ത് ഇതുവരെയും ഈ ഒരു പ്രശ്നം അല്ലാതെ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ല. ഞാൻ അങ്ങനെ ഒരു അറിവ് എന്റെ കയ്യിലില്ല. 2 വർഷമായിട്ട് ജോലി ചെയ്യല്ലേ. മെമ്മറി കാർഡ് ജീവനക്കാരെ അങ്ങനെയൊന്നുമില്ല. മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. അത് മെമ്മറി കാർഡ് എന്തായാലും കോടതിയിൽ തെളിയിക്കണമല്ലോ.
എനിക്കറിയത്തില്ല. മെമ്മറി കാർഡുമായിട്ട് നമ്മളിപ്പം വണ്ടി തരുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് വണ്ടിയിൽ ഇന്ന സാധനങ്ങളുണ്ടെന്ന് അവിടുത്തെ ഇൻചാർജ് ആണ് ചെയ്യുന്നത്. ഒപ്പിട്ട് തരേണ്ടതാണ്. ഒരു കാർഡ് തരും. കാർഡാണ് നമ്മളെ താക്കോലായിട്ട് നമ്മൾ കാണുന്നത്. ആ കാർഡ് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ഈ മെമ്മറി കാർഡ് ഉണ്ടോ എന്നല്ല, ബ്രേക്ക് ചെക്ക്, വണ്ടി ഫുള്ള് ചെക്കിങ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടാണ് തരുന്നത്. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് തരണതാണ്. നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും നോക്കുന്നില്ല. പിന്നെ കാർഡ് അവരെ ഏൽപ്പിക്കുകയാണ്. ഞാൻ അന്നേ ദിവസം സംഭവം 10:15 വണ്ടി ഇവർ ഈ വിഷയം നടക്കുമ്പോൾ 10:15 10:30 11 മണിയായപ്പം മറ്റേ അവിടെ നിന്ന് വിജിലൻസിൽ നിന്ന് കാൾ വന്നു. ഒപ്പിട്ട് ഞാൻ കൊടുക്കുക, വണ്ടി അവരെഴുതി ഒപ്പിട്ടതിന് ശേഷം അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. കാർഡ് അവരെ ഏൽപ്പിക്കുകയാണ്. പിന്നെ വണ്ടിക്ക് എനിക്കൊരു അറിവുമില്ല. അടുത്ത ദിവസം സർവീസ് നടത്തിക്കണം. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. ഈ വാർത്തയിൽ ഇതായിട്ട് ഞാൻ എന്നെ എയറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് പോയി പരിശോധിച്ചെന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. പിറ്റേന്ന് പോയി അങ്ങനെ ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല. അത് മുൻപ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പരിശോധിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. വണ്ടി അവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പരിശോധിച്ചു, മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അവിടെ പോയി ഡോറിന്റെ അവിടെ നിന്നിട്ട് CCTV പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം. അത് നേരെ ഞാൻ പോകുന്ന ATO റൂമിലോട്ടാണ്. അപ്പൊ ബസ് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് പറയും. റെക്കോർഡിംഗ് ആണോ എന്ന് ഇതിന് തെളിയിക്കണം. അതിന്റെ ഭാഗമായിട്ട് അവിടെ പോയി പരിശോധിച്ചു. എന്താണ് വണ്ടിക്കകത്ത് കയറി പരിശോധിച്ചു. ഡോറിന്റെ ഭാഗത്ത് നിന്ന് പരിശോധിച്ചു എന്നാണ്. ഡോറിന്റെ അകത്ത് നിന്ന് ATO അങ്ങോട്ട് പോയപ്പോ നോക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. ഡോറിന്റെ ഭാഗത്ത് നിന്ന് CCTV പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു പറയുന്നു. ഇപ്പൊ ഇത് അങ്ങോട്ട് പോയിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ലെന്നല്ലല്ലോ എപ്പോഴും പറയുന്നത്. പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം പറഞ്ഞു തന്നാൽ ഞാൻ അതേപോലെ പറയാം. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ATO കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പോകണമായിരുന്നു. സാറ് വിളിപ്പിച്ചു എന്നെ. അപ്പൊ ഞാൻ കാണാൻ വന്ന് അന്നും മീഡിയസിനെ എല്ലാവരും ഞാൻ വിളിച്ചതാണ് അന്ന്. അറിയേണ്ടതുണ്ട്, പക്ഷെ എനിക്ക് അവിടെ പോകാൻ സാധിക്കില്ല, എനിക്ക് അവിടെ കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ ചാനൽ ചർച്ചയിൽ ചെയ്ത് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞത്. ഇതെന്നാണ് ഞാൻ കൊടുത്തത്? കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി പിറ്റേന്ന് ഇതോടെ പോയി എന്നാണ് പറയുന്നത്. കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി, അതായത് 27-ാം തീയതി. അപ്പൊ 28-ാം തീയതിയാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്. 10:30 കഴിഞ്ഞ് 11 മണിയായി കാണും. ഞാൻ ATO കാണണമെന്ന് പറഞ്ഞ് ATO കാണാനാണ് ഞാൻ പോയത്. അപ്പോഴത്തേക്ക് വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി അവിടെ ഇല്ലായിരുന്നെന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. വണ്ടി അവിടെ ഇല്ലായിരുന്നു, വണ്ടി അവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ അതുവഴി കയറി വണ്ടിക്കകത്ത് കയറി നോക്കുകയെ അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് നോക്കുകയോ അതിന്റെ കാര്യമൊന്നുമില്ല. മെമ്മറി കാർഡ് ഉണ്ടോന്ന് ഞാൻ നോക്കിയെന്ന് പറഞ്ഞു. പരിശോധന നടത്തി. അപ്പോൾ ശരിയായിക്കോട്ടെ. അതൊക്കെ ഇനി ഞാൻ സംസാരിച്ചു. അത് ഇതേപോലെ സംസാരിച്ചിട്ട് അതും വീഡിയോ ആക്കാൻ കാരണം ഉണ്ടാവും. അത് കോടതി ഇപ്പൊ നടക്കുന്ന കേസാണ്. കോടതി തെളിയിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ കോടതി മെമ്മറി കാർഡ് എവിടെ നിന്നാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബസ് ആ ഫ്രണ്ടിൽ കിടക്കുകയായിരുന്നു. ഞാൻ പറയുന്നുണ്ടല്ലോ വീഡിയോയിൽ. അതെനിക്കറിയത്തില്ലല്ലോ. 10:30-11 മണിക്ക് സർവീസ് അല്ലല്ലോ. ഏത് സർവീസാണ് പോയത്? അല്ല, ഏത് സർവീസാണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന സർവീസ് അത് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. 101 പരിശോധിച്ചെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പരിശോധിച്ചെന്ന് പറയുന്നുണ്ട്. ഞാൻ അതോടെ പോയപ്പോ നോക്കി. സ്ക്രീനിൽ നോക്കിയപ്പോഴത്തേക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടി ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടി കിടക്കയില്ലേ, ഡോറ് ക്ലോസ് അല്ലേ. ഞാൻ പിന്നെ ആ മെമ്മറി കാർഡ് എടുത്തെന്നുള്ള രീതിയിലാണ് എന്റെ പറഞ്ഞത്. CCTV പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. വണ്ടി ഓൺ ആണെങ്കിൽ, വണ്ടിയുടെ ഇഗ്നീഷൻ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വർക്കിംഗ് ആണ്. നമ്മളെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴായാലും ഫ്രണ്ടായാലും എല്ലാ ക്യാമറയും വർക്കിംഗ് ആണ്. പിന്നെ അതിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് പറയുന്നത്? അതെന്ന് വെച്ചാൽ പാർട്ടിയിലുള്ള ആളാണെന്ന് അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ സഖാവിനെ വിളിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഉണ്ടാവും സ്വാഭാവികം. കണ്ടക്ടറെ ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ ഉള്ള സ്റ്റാഫിനെ കുറ്റം പറയില്ല. പക്ഷെ എന്നാലും അവൻ്റെ ഭാഗത്തുള്ള പാർട്ടി ബേസിലുള്ള അവന് പ്രഷർ കാണുമായിരിക്കും. അവൻ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യതയുണ്ട്, ചെയ്ത് കാണും. ഇതിനിടയ്ക്ക് ഇത്രയും സമയം കിടക്കയില്ലേ. 10:30 വണ്ടി അവിടെ കൊണ്ടിട്ട്, അതും യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിലാണ്, സംസ്കൃത കോളേജിന്റെ ഫ്രണ്ടിലാണ് ഇടുന്നത്. വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് 10:30 തൊട്ട് 2 മണി വരെ വണ്ടി അവിടെ ചുമ്മാ കിടക്കയില്ലേ. അപ്പൊ MLA ഉണ്ട് അതിന്റെ അകത്ത്. അതിലെല്ലാ വാർത്തയിലും പറയുന്നുണ്ട് MLA ഉണ്ട്,
ഈ കണ്ടക്ടറുണ്ട്, പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് വിജിലൻസിന്റെ ആൾക്കാർ വരുന്നത്. അതിനിടയ്ക്ക് എവിടെ വേണോ സംഭവം വരാമല്ലോ. ആയിരിക്കും. ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. നമുക്ക് കാര്യം അറിയാത്ത കാര്യത്തിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് നിയമം തെളിയിക്കട്ടെ, കോടതി കേസിൽ അടക്കമില്ലേ, ബാക്കിയുള്ളവർ തെളിയിക്കട്ടെ.